അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള എഗ് ബിരിയാണി ഉണ്ടാക്കി. ഇമാതിരി ഐറ്റംസൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. തട്ടിക്കൂട്ട് ഐറ്റം അല്ലേ. അപ്പോൾ ഇതാ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പട്ട ഗ്രാമ്പു ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 4 വലിയുള്ളി ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഒരു സ്പൂണ് നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം നെയ്യും എണ്ണയൊന്നും ഇല്ലാത്തൊരു ബിരിയാണിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം, ഒരു 3 തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കണം കേട്ടോ. പുതിനയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക, കയ്യിൽ മല്ലിയില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം പൊടികളായിട്ട് ഇവിടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഞാൻ ചേർത്ത് കൊടുത്തില്ല, കുട്ടികൾക്ക് എരിവായതുകൊണ്ട് മുളക് പൊടിയൊന്നും എടുത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പീസ് 2 സ്പൂണ് 4 സ്പൂൺ ഉണ്ടെങ്കിൽ അതെടുക്കുക. തട്ടിക്കൂട്ടായതുകൊണ്ട് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഒരു കപ്പ് തൈരും ഒരു ചെറിയ പീസ് നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം ഇത് നമുക്കൊന്ന് അടച്ച് വെക്കണം. അതിന് മുമ്പായിട്ട് ഒരു പീസ് മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഈ മസാലയൊക്കെ നന്നായിട്ട് അങ്ങ് കുക്കാക്കി വരട്ടെ. അപ്പോഴത്തേക്കും ഞാൻ കുക്കറിൽ ഇവിടെ എഗ്ഗ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ നമ്മൾ പൊട്ടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഓരോ എഗ്ഗായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുത്തിട്ട് അടച്ച് വെക്കുക കേട്ടോ. വീണ്ടും ഇനിയിപ്പോൾ എഗ്ഗിലോട്ടൊക്കെ ആ മസാലയൊക്കെ അങ്ങ് നന്നായിട്ട് പിടിക്കട്ടെ. അതിന് ശേഷം ഞാൻ ഇതിന്ന് എഗ്ഗ് എല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്, കാരണം അരിയെല്ലാം നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ അരി അളന്ന പാത്രത്തിൽ ഒരു 1/4 പാത്രം 1/4 പാത്രം വെള്ളം എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരിയാണെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം, കാരണം നമ്മളിവിടെ മസാലയൊന്നും ഒരുപാടില്ലല്ലോ, അല്ലെങ്കിൽ മസാലയൊക്കെ അളന്നെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ തിളച്ച ശേഷം നമുക്ക് ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി വേവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് 2 ഗ്ലാസ് വെള്ളം തന്നെ എടുത്തോളൂ കേട്ടോ, അതും പ്രശ്നമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഓപ്പണാക്കുക, ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഓപ്പണാക്കി ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് വെള്ളം കമ്മിയാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ചു. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടച്ചു വെച്ചു. ഇനിയിപ്പോൾ വീണ്ടും ഒന്ന് ഓപ്പണാക്കിയിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. വീണ്ടും നന്നായി പ്രസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എഗ്ഗ് എല്ലാം വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ മാറ്റി വെച്ചില്ല എഗ്ഗ്, അതെല്ലാം ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കണം ഓരോന്നായിട്ട് കേട്ടോ. പിന്നെ ഒരു 10-15 മിനിറ്റ് ദമ്മിട്ട് കഴിഞ്ഞാൽ, ദമ്മ് മീൻസ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. എക്സ്ട്രാ സാധനങ്ങളൊന്നും മുകളിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരു ചപ്പാത്തിക്കല്ല് താഴെ വെച്ചിട്ട് അടച്ച് വെച്ചാലും മതി. ഇങ്ങനെ ആവി പോവാതിരിക്കാൻ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ ചൂടോടുകൂടി വിളമ്പി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗ് ബിരിയാണി റെഡി. കൂടെ ഞാൻ നല്ല അച്ചാറും അതുപോലെ തൈരുമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഊണ് കുശാൽ എന്ന് പറയാം. കറികളും ചോറും ഉപ്പേരി എല്ലാം കൂടെ വെക്കാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ 1 പോട്ട് ബിരിയാണി സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എരിവൊന്നും ഇല്ലാണ്ടാണ് ഇപ്രാവശ്യം ഉണ്ടാക്കിയത്, അതുകൊണ്ട് അവർക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. ഇവരൊന്നും എരിവേ കഴിക്കില്ല കേട്ടോ. എൻ്റെ മക്കൾ പിന്നെ എരിവൊക്കെ കഴിക്കും. അപ്പോൾ അത് ഇത്രയുള്ള വീഡിയോ. ഇഷ്ടമായിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ.